ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നോ ഡ്രൈ റോസ്റ്റ് എന്നോ പറയാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഒക്കെ നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കാം. 5-6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കാം. എന്നിട്ട് അതിലേക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാള വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. പിന്നെ ബാക്കി വരുന്ന ഓയിലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ അരച്ചെടുക്കാനുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 10-12 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ജീരകമല്ല, പെരിഞ്ജീരകമാണ് വേണ്ടുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ 1-2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഈ സമയം കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇത് നേരത്തെ സവാള ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ബാക്കി വന്ന ഓയിലാണ്. അപ്പോൾ ഈ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണുള്ളത്. മസാലയൊക്കെ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുന്നത്. അപ്പോൾ ഇനി ചിക്കൻ ഈ പേസ്റ്റുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. എന്നാലും ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ്റെ ഗ്രേവി കുറുകി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയിൽ പഞ്ചസാര ഇല്ലാതെ ഒരു കാര്യമില്ല. ഇനി അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെക്കുകയൊന്നും വേണ്ട, തുറന്ന് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രേവി വറ്റിച്ചെടുക്കണം. നന്നായിട്ടിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം.
മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ്. അപ്പോൾ സവാള ഈ റോസ്റ്റിലോട്ട് ചേർക്കുമ്പോഴാണ് അപാര ടേസ്റ്റ് ഉണ്ടാവുന്നത്. സൂപ്പർ ടേസ്റ്റാണ് ഈ റോസ്റ്റിന്. അപ്പോൾ സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഒന്ന് റോസ്റ്റ് ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഡ്രൈ ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ ഡ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൈസിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. ഇതേപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്